2024 എക്സാമിനേഷൻ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. The graph which shows the variation of 1 by lambda square and its kinetic energy E is, where lambda is the de Broglie wavelength of a free particle. de Broglie wavelengthന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലാംഡ ഇസ് ഈക്വൽ ടു h by root of 2me. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, E is energy of the particle, m mass of the particle. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ ലാംഡ സ്ക്വയർ എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടേമിനെ സ്ക്വയർ ചെയ്യണം. ലാംഡ സ്ക്വയർ എത്രയാവും? എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2me. എച്ച് സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്, m കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം E is inversely proportional to lambda square. ഓക്കെ, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ 1 ബൈ ലാംഡ സ്ക്വയറിനെയാണ് y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. 1 ബൈ ലാംഡ സ്ക്വയർ, 1 ബൈ ലാംഡ സ്ക്വയർ, 1 ബൈ ലാംഡ സ്ക്വയർ, 1 ബൈ ലാംഡ സ്ക്വയർ. സോ ഈ 1 ബൈ ലാംഡ സ്ക്വയർ എന്ന് പറയുന്നയാളെ നമ്മൾ ഒരൊറ്റ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. 1 ബൈ ലാംഡ സ്ക്വയർ എവിടെയാ? 1 ബൈ ലാംഡ സ്ക്വയർ y ആക്സിസിലാണ്. പിന്നെ E എന്ന് പറയുന്നത് എവിടെയാ? E എന്ന് പറയുന്നത് x ആക്സിസിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ആണെങ്കിൽ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇവിടെ 1 ബൈ ലാംഡ സ്ക്വയർ ഇവിടെയും ഈ ഇവിടെയായിട്ട് ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഇതാ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4.